1944 33 പേരടങ്ങുന്ന ഒരു സംഘം. 32 പുരുഷന്മാരും ഒരു സ്ത്രീയും പസഫിക് സമുദ്രത്തിലെ ഒരു ചെറിയ ദ്വീപിൽ കുടുങ്ങിപ്പോയി. 32 പുരുഷന്മാരിൽ 20 പേർ മാത്രമാണ് പിന്നീട് രക്ഷപ്പെട്ടത്. ബാക്കി 12 പേർ ഒന്നുകിൽ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ട്. സംഘത്തിലെ ഏകയായ സ്ത്രീയെ ചൊല്ലിയുള്ള വഴക്കായിരുന്നു കാരണം. ഒന്നാം ലോകമഹായുദ്ധ സമയത്ത് ജപ്പാൻ അനധാൻ ദ്വീപ് പിടിച്ചെടുത്തു. യുദ്ധത്തിനു ശേഷം ജപ്പാൻ സർക്കാർ ദ്വീപിൽ കൃഷി നടത്താൻ ഒരു കമ്പനിയും രൂപീകരിച്ചു. അങ്ങനെ ആ ദ്വീപിൽ തെങ്ങ് കൃഷി ആരംഭിച്ചു. പ്രതീക്ഷിച്ചതുപോലെ നിരവധി ജാപ്പനീസ് പൗരന്മാർ ദ്വീപിലേക്ക് വന്നു. ആ കൂട്ടത്തിൽ കസുക്കോ എന്ന യുവതി ദ്വീപിലെത്തി. പിന്നീട് കമ്പനിയിലെ ജീവനക്കാരനായ ഷോയിച്ചി ഹിഗയുമായി അവർ വിവാഹിതരായി. ഈ ദമ്പതികൾ തോട്ടത്തിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നു. പിന്നീട് രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചു. എന്നിരുന്നാലും യുദ്ധം ആദ്യം ആ ദ്വീപിനെ ബാധിച്ചില്ല. കസുക്കോയും ഭർത്താവ് ഷോയിച്ചിയും അവിടെ സാധാരണ ജീവിതം നയിക്കുകയായിരുന്നു. കമ്പനിയുടെ മുതലാളി മസാമി ഹിനോഷിബയും മറ്റു തൊഴിലാളികളും ആ ദ്വീപിൽ താമസിച്ചിരുന്നു. രസകരമെന്നു പറയട്ടെ, മസാമിക്ക് കസുക്കോയോട് പ്രണയമുണ്ടായിരുന്നു. ഷോയിച്ചി ഇത് മനസ്സിലാക്കി, പക്ഷേ അതിനെക്കുറിച്ച് ഒന്നും പ്രതികരിച്ചില്ല. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് അമേരിക്ക ജപ്പാനെ ആക്രമിച്ചപ്പോൾ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ അനാട്ടഹാൻ ദ്വീപിനെ ലക്ഷ്യം വച്ചു. കസുക്കോയും മസാമിയും കാട്ടിൽ ഒളിച്ചിരുന്നതിനാൽ ബോംബാക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ആക്രമണത്തിനു ശേഷം കസുക്കോയുടെ ഭർത്താവ് ഷോയിച്ചിയെ കാണാതായി. അയാൾ വ്യോമാക്രമണത്തിൽ മരിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നിരുന്നാലും കസുക്കോയും മസാമിയും ഷോയിച്ചിയെ കൊന്നുവെന്ന് ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു. അമേരിക്കൻ വ്യോമാക്രമണം തോട്ടം നശിപ്പിച്ചതിനാൽ എല്ലാ ജീവനക്കാരും ദ്വീപ് വിട്ടു. എന്നിരുന്നാലും കസുക്കോയും മസാമിയും അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. അവർ ദ്വീപിൽ ദമ്പതികളായി താമസിക്കാൻ തുടങ്ങി. ജപ്പാനിൽ നിന്നുള്ള ഭക്ഷണ വിതരണം പൂർണ്ണമായും നിലച്ചപ്പോൾ അവർ പ്രാകൃത മനുഷ്യരായി ജീവിക്കാൻ തുടങ്ങി. വിശപ്പകറ്റാൻ അവർ മീൻ പിടിക്കുകയും വന്യമൃഗങ്ങളെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. അവർ ഇലകൾ കൊണ്ട് ശരീരം മറച്ചിരുന്നു. അമേരിക്കൻ വ്യോമാക്രമണം അനാട്ടഹാൻ ദ്വീപിനടുത്ത് ഒരു ജാപ്പനീസ് കപ്പൽ നശിപ്പിച്ചപ്പോൾ അവരുടെ ജീവിതം പെട്ടെന്ന് മാറി. കപ്പലിൽ 10 സൈനികർ ഉൾപ്പെടെ 31 ജാപ്പനീസ് പൗരന്മാരുണ്ടായിരുന്നു. എങ്ങനെയോ ആ ആളുകൾ അനാട്ടഹാൻ ദ്വീപിലെത്തി. അവിടെ കസുക്കോയും മസാമിയും അവരെ സ്വീകരിച്ചു. കസുക്കോയും മസാമിയും പരിക്കേറ്റ അതിഥികളെയും പരിചരിച്ചു. ജപ്പാനിലെ പ്രധാന ഭൂപ്രദേശത്തേക്ക് മടങ്ങാൻ കഴിയില്ലെന്ന് 31 പേർക്ക് പെട്ടെന്ന് മനസ്സിലായി. അങ്ങനെ അവരും ആ ഒറ്റപ്പെട്ട ദ്വീപിൽ പ്രാകൃത മനുഷ്യരെപ്പോലെ ജീവിക്കാൻ തുടങ്ങി. ദ്വീപിലെ ഏക സ്ത്രീ കസുക്കോ ആയിരുന്നു. പുരുഷന്മാരെല്ലാം വളരെ ചെറുപ്പമായിരുന്നതിനാൽ അവർ കസുക്കോയുമായി പ്രണയത്തിലായി. ക്രമേണ കസുക്കോയും മസാമിയും വിവാഹിതരല്ലെന്ന് അവർ മനസ്സിലാക്കി. കസുക്കോയുടെ സ്നേഹം കിട്ടാൻ പുരുഷന്മാർ മത്സരമായി. അതു പിന്നെ വഴക്കായി. ഒരു അമേരിക്കൻ യുദ്ധവിമാനം അനട്ടഹാൻ ദ്വീപിനു മുകളിലൂടെ പറക്കുകയായിരുന്നു. ആകസ്മികമായി ആ യുദ്ധവിമാനത്തിൽ നിന്ന് 5 പിസ്റ്റളുകളും 70 റൗണ്ട് വെടിയുണ്ടകളും ദ്വീപിൽ വീണു. കസുക്കോയെ ചൊല്ലി ആ പുരുഷന്മാർ തമ്മിലുള്ള സംഘർഷം ക്രമേണ വർദ്ധിച്ചതിനാൽ ഈ സംഭവം ദ്വീപിലെ സ്ഥിതി കൂടുതൽ വഷളാക്കി. കസുക്കോ ഇതൊക്കെ കണ്ട് മനസ്സിൽ ചിരിതൂകി. 31 പുരുഷന്മാരുമായുള്ള ബന്ധം കസുക്കോ ആസ്വദിച്ചു. ഒരു പുരുഷൻ കസുക്കോയെ സമീപിക്കുമ്പോഴെല്ലാം അയാൾ കൊല്ലപ്പെട്ടു. ഒരു ദിവസം ആ നിർഭാഗ്യകരമായ ജാപ്പനീസ് കപ്പലിന്റെ ക്യാപ്റ്റന്റെ മൃതദേഹം കടലിൽ പൊങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദ്വീപിൽ നിന്ന് 2 സൈനികരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഇരുവരുടെയും ശരീരത്തിൽ വെടിയേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. ഈ കൊലപാതകങ്ങൾക്ക് ശേഷം ബാക്കിയുള്ള പുരുഷന്മാർ പരസ്പരം സംശയിച്ചു. അടുത്ത കുറച്ച് മാസങ്ങളിൽ പലരും വിഷബാധയേറ്റ് മരിച്ചപ്പോൾ മറ്റുള്ളവർ ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷരായി. ഒടുവിൽ ദ്വീപിൽ 19 പുരുഷന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവരോടൊപ്പം കസുക്കോയും. അതിനിടയിൽ രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചു. പിന്നീട് ദുരൂഹ മരണങ്ങളിൽ കസുക്കോയെ സംശയിച്ച ചില പുരുഷന്മാർ കസുക്കോയെ വധിക്കാൻ തീരുമാനിച്ചു. എന്നിരുന്നാലും അവരിൽ ഒരാൾ കസുക്കോയ്ക്ക് പദ്ധതി ചോർത്തി നൽകി. കസുക്കോ ഉടൻ തന്നെ കാട്ടിൽ ഒളിച്ചു. ആഴ്ചകളോളം കാട്ടിൽ ഒളിച്ചിരുന്ന ശേഷം
ജപ്പാനിലേക്ക് പോകുന്ന ഒരു അമേരിക്കൻ ചെറുകപ്പൽ അവർ കണ്ടു. അതിൽ കയറി കസുക്കോ ജപ്പാനിലെത്തി. ജപ്പാനിൽ എത്തിയപ്പോൾ കസുക്കോ ദ്വീപിനെക്കുറിച്ചും അവർക്ക് എന്താണ് സംഭവിച്ചതെന്നും ആളുകളോട് പറഞ്ഞു. ഒടുവിൽ ജപ്പാൻ സർക്കാർ ആ 19 പേരെയും രക്ഷപ്പെടുത്തി.